നമസ്കാരം, ജന്മഭൂമിയിലേക്ക് സ്വാഗതം. ബി.ജെ.പി. വിരുദ്ധത കുത്തിനിറച്ച മലയാള ദിനപത്രങ്ങളും കേരളത്തിലെ ദൃശ്യമാധ്യമങ്ങളും ഒരു പരിധിയിലധികം വായിക്കുകയും കാണുകയും ചെയ്യുന്നവർക്ക് അരവിന്ദ് കെജ്രിവാൾ രാജ്യത്തിന്റെ പ്രധാനമന്ത്രി ആയേക്കുമെന്ന് വരെ തോന്നുന്നത് സ്വാഭാവികം മാത്രമാണ്. അഴിമതി കേസിൽ പ്രതിയായി ആഴ്ചകളായി തിഹാർ ജയിലിൽ കഴിയവേ ഇടക്കാല ജാമ്യം നേടി പുറത്തിറങ്ങിയ കേജ്രിവാളിനെ ചുമലിലേറ്റി നടക്കുന്ന ചില മലയാള മാധ്യമങ്ങളെ കാണുമ്പോൾ സഹതാപമാണ് വരുന്നത്. പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് എതിരാളിയായി അരവിന്ദ് കെജ്രിവാളിനെ അവർ പ്രതിഷ്ഠിക്കുന്നു. ആം ആദ്മി പാർട്ടി രാജ്യത്ത് അധികാരത്തിലെത്തുമെന്നും കേജ്രിവാൾ പ്രധാനമന്ത്രിയായി സത്യപ്രതിജ്ഞ ചെയ്യുമെന്നുമുള്ള പ്രതീതി സൃഷ്ടിക്കപ്പെടുമ്പോൾ യഥാർത്ഥത്തിൽ കോൺഗ്രസ് ആണ് നിരാശരാകുന്നത്. 2019 രാഹുൽ ഗാന്ധിയെ പ്രധാനമന്ത്രിയാക്കി സത്യപ്രതിജ്ഞ ചെയ്യിച്ചവരാണ് ഈ മാധ്യമങ്ങളെന്ന് ഓർക്കണം. നെഹ്റു കുടുംബത്തിന്റെ സ്വന്തം മണ്ഡലമായ അമേഠിയും തോറ്റ് ന്യൂനപക്ഷ വോട്ട് ബാങ്കിന്റെ സുരക്ഷിത കേന്ദ്രമായ വയനാട്ടിലേക്ക് ഓടി രക്ഷപ്പെട്ടെത്തിയ രാഹുൽ ഗാന്ധിയുടെ ദേശീയ രാഷ്ട്രീയത്തിലെ അവസ്ഥ എല്ലാവർക്കും അറിയാം. ഡൽഹിയിലും പഞ്ചാബിലും മാത്രം വോട്ടുകളുള്ള ആപ്പിന്റെ നേതാവിന് വേണ്ടി ആർത്തു വിളിക്കുന്ന പല മലയാള മാധ്യമ പ്രവർത്തകരും വാളയാറിനപ്പുറത്തേക്കുള്ള രാഷ്ട്രീയത്തെപ്പറ്റി യാതൊരു ധാരണയുമില്ലാത്തവരുമാണ്. അണ്ണാ ഹസേരയുടെ അഴിമതി വിരുദ്ധ പോരാട്ടത്തെ പിൻപറ്റി രാഷ്ട്രീയത്തിലേക്ക് ഇറങ്ങിയ അരവിന്ദ് കെജ്രിവാൾ രാജ്യത്തെ രാഷ്ട്രീയ രംഗം ശുദ്ധീകരിക്കുമെന്ന് ദൃഢപ്രതിജ്ഞ ചെയ്ത് സിവിൽ സർവീസ് രാജിവെച്ചെത്തിയ ആളാണ്. 2013 ഡൽഹി നിയമസഭാ തെരഞ്ഞെടുപ്പിലെ അത്ഭുത പ്രതിഭാസമായി ആം ആദ്മി പാർട്ടി മാറിയത് അഴിമതിക്കെതിരായ സന്ധിയില്ലാത്ത നിലപാടുകൾ ജനങ്ങൾക്ക് മുമ്പിൽ വെച്ചുകൊണ്ടാണ്. എന്നാൽ 10 വർഷങ്ങൾക്കിപ്പുറം കോടികളുടെ അഴിമതി കേസിൽ തിഹാർ ജയിലിൽ നിന്നിറങ്ങി തെരഞ്ഞെടുപ്പ് പ്രചാരണം നടത്തേണ്ട ഗതികേടിലാണ് അരവിന്ദ് കെജ്രിവാളും പാർട്ടിയും. രാജ്യ തലസ്ഥാനത്തെ ജനങ്ങളോട് ഇക്കാര്യങ്ങളെല്ലാം താഴെത്തട്ടിൽ വിശദീകരിക്കാൻ ആപ്പ് നേതൃത്വം വല്ലാതെ ബുദ്ധിമുട്ടുകയാണ്. യാഥാർത്ഥ്യം ഇതെന്നിരിക്കെയാണ് മലയാള മാധ്യമങ്ങളുടെ കേജ്രിവാൾ പ്രേമം പരിഹാസ്യമാകുന്നത്. ദേശീയ രാഷ്ട്രീയത്തിലെ ഏറ്റവും പ്രായം കുറഞ്ഞ രാഷ്ട്രീയ പാർട്ടിയാണ് ആം ആദ്മി പാർട്ടി. രാഷ്ട്രീയത്തിലെ അഴിമതി തുടച്ചു നീക്കി ശുദ്ധീകരിക്കാനായി പാർട്ടിയുടെ ചിഹ്നമായ ചൂൽ തെരഞ്ഞെടുത്ത ആപ്പിന് ജനപിന്തുണ ലഭിക്കുക സ്വാഭാവികമാണ്. എന്നാൽ 10 വർഷങ്ങൾക്കിപ്പുറം അഴിമതി കേസുകളിൽ ആപ്പിന് നിരവധി നേതാക്കൾ ജയിലുകളിൽ കഴിയേണ്ടി വന്നത് അവരുടെ വിശ്വാസ്യതയെ ബാധിച്ചിട്ടുണ്ട്. മുഖ്യമന്ത്രി കേജ്രിവാളാണ് കേസിൽ ഏറ്റവും അവസാനം ജയിലിലേക്ക് പോയത്. 1.5 വർഷം മുമ്പ് ഉപമുഖ്യമന്ത്രി മനീഷ് സിസോദിയ കേസിൽ അറസ്റ്റിലായതാണ്. നിരവധി തവണ രാജ്യത്തെ വിവിധ കോടതികളെ സമീപിച്ചിട്ടും ജാമ്യം പോലും ലഭിച്ചിട്ടില്ല. പാർട്ടിയിലെ മൂന്നാമനായി അറിയപ്പെട്ടിരുന്ന സഞ്ജയ് സിംഗ് എം പി മാസങ്ങളോളം ജയിലിൽ കിടന്നു. മദ്യനയ അഴിമതിയിലെ CBI കേസും അഴിമതി പണമായി ലഭിച്ച കള്ളപ്പണം വെളുപ്പിച്ചതുമായി ബന്ധപ്പെട്ട എൻഫോഴ്സ്മെന്റ് കേസും ആപ്പ് നേതാക്കളെ മുഴുവൻ തിഹാറിലെത്തിച്ചു. ഗുജറാത്ത്, ഗോവ, പഞ്ചാബ് നിയമസഭാ തെരഞ്ഞെടുപ്പുകൾക്കായി പണമൊഴുക്കാൻ ആപ്പ് നടത്തിയ അഴിമതിയായിരുന്നു ഡൽഹിയിലെ മദ്യനയത്തിൽ മാറ്റം വരുത്തിയുള്ള നടപടികൾ. മദ്യം മൊത്തവിതരണക്കാർക്ക് 12%, സ്വകാര്യ ചില്ലറ വിൽപ്പനശാലകൾക്ക് 184% ഉയർന്ന ലാഭനിരക്ക് വ്യവസ്ഥ ചെയ്തുകൊണ്ട് നടപ്പാക്കിയ മദ്യനയ പരിഷ്കരണം വഴി 8,000 കോടി രൂപയുടെ വരുമാനം ഡൽഹിക്കുണ്ടാവുമെന്നായിരുന്നു ആപ്പ് നേതൃത്വത്തിന്റെ അവകാശവാദം. എന്നാൽ വരുമാന വർധന ഉണ്ടായില്ലെന്ന് മാത്രമല്ല, മദ്യ കമ്പനികൾക്ക് അനുകൂലമായി നയം പരിഷ്കരിച്ചതിന് കോടിക്കണക്കിന് രൂപ ആപ്പ് നേതാക്കൾ വാങ്ങിയ വിവരങ്ങളും പുറത്തുവരികയായിരുന്നു. ഇതോടെ ഡൽഹി ലഫ്റ്റനന്റ് ഗവർണർ മദ്യനയ പരിഷ്കരണം റദ്ദാക്കുകയും CBI അന്വേഷണം ആരംഭിക്കുകയും ചെയ്തു. CBI രജിസ്റ്റർ ചെയ്ത കേസിൽ ഉപമുഖ്യമന്ത്രിയും എക്സൈസ് വകുപ്പിന്റെ ചുമതലക്കാരനുമായ മനീഷ് സിസോദിയയും ഡൽഹി സർക്കാരിലെ എക്സൈസ് ഉദ്യോഗസ്ഥർ, മദ്യക്കമ്പനി എക്സിക്യൂട്ടീവുമാർ, ഡീലർമാർ തുടങ്ങിയവരും പ്രതികളായി. ആപ്പിന്റെ സാമൂഹ്യ മാധ്യമ പ്രചാരണ ചുമതലയുള്ള മലയാളി വിജയ് നായർ, അരുൺ രാമചന്ദ്രൻ പിള്ള എന്നിവരടക്കം 20ഓളം പേർ ഇതിനകം തിഹാറിൽ കഴിയുന്നുണ്ട്. കള്ളപ്പണം വെളുപ്പിക്കൽ ആരോപണത്തിൽ കഴിഞ്ഞ വർഷം ജൂൺ മുതൽ 9 തവണയാണ് മുഖ്യമന്ത്രി കേജ്രിവാളിന് ED ചോദ്യം ചെയ്യലിന് ഹാജരാവാൻ ആവശ്യപ്പെട്ട് സമൻസ് അയക്കുന്നത്. എന്നാൽ അന്വേഷണ ഏജൻസിക്ക് മുന്നിൽ ഹാജരാവാതെ കേജ്രിവാൾ ഒഴിഞ്ഞു മാറുകയായിരുന്നു. ഒടുവിൽ മാർച്ചിൽ അറസ്റ്റും ജയിൽവാസവും കേജ്രിവാളിനെ തേടിയെത്തി. അഴിമതി കേസിൽ ജയിലിൽ കിടക്കുമ്പോഴും മുഖ്യമന്ത്രി പദം രാജിവെക്കാതെ നാണം കെട്ട നിലപാട് കേജ്രിവാളിന്റെ വ്യക്തിത്വം എത്രമാത്രം അധപ്പതിച്ചതാണെന്ന് കാട്ടിത്തന്നു. അഴിമതി കേസുകളിലെ ജയിൽവാസത്തിൽ ലാലു പ്രസാദ് യാദവ് മുതൽ അടുത്തിടെ ഝാർഖണ്ഡിൽ ഷിബു സോറൻ വരെ കാട്ടിയ രാഷ്ട്രീയ മര്യാദ പോലും അരവിന്ദ് കേജ്രിവാൾ കാട്ടിയില്ല എന്നതാണ് യാഥാർത്ഥ്യം. എങ്കിലും മോദി BJP വിരുദ്ധ മാധ്യമങ്ങൾക്ക് കേജ്രിവാൾ പ്രിയങ്കരനാണ്. കർശന വ്യവസ്ഥകളോടെ 21 ദിവസത്തേക്ക് കിട്ടിയ ഇടക്കാല ജാമ്യത്തെ അഴിമതി കേസിൽ കോടതി വെറുതെ വിട്ടതുപോലെയാണ് പ്രചരിപ്പിക്കുന്നത്. ഡൽഹി മുഖ്യമന്ത്രി എന്ന നിലയിൽ യാതൊരു അധികാരവുമില്ലെന്നും സെക്രട്ടേറിയറ്റിലോ മുഖ്യമന്ത്രിയുടെ ഓഫീസിലോ കയറിപ്പോകരുതെന്നുമുള്ള വ്യവസ്ഥകളാണ് കോടതി ഏർപ്പെടുത്തിയിരിക്കുന്നത്. ഒരു ഫയലിലും ഒപ്പുവെക്കരുതെന്നും കേസിനെപ്പറ്റി പ്രതികരിക്കരുതെന്നും കേസിൽ സാക്ഷികളെ കാണരുതെന്നുമുള്ള വ്യവസ്ഥകളുമുണ്ട്. ജയിൽ മോചിതനായ ശേഷം നടത്തിയ വാർത്താ സമ്മേളനത്തിൽ പ്രധാനമന്ത്രി മോദിയുടെ വയസ്സ് സംബന്ധിച്ച ചർച്ച തുടങ്ങിവെച്ച അരവിന്ദ് കെജ്രിവാളിനോട് BJP നേതൃത്വത്തിന് ശരിക്കും നന്ദി ഉണ്ടാവേണ്ടതാണ്. 2029 വരെ മാത്രമല്ല, അതിനുശേഷവും രാജ്യത്തെ നയിക്കാൻ പ്രധാനമന്ത്രി മോദി ഉണ്ടാവുമെന്ന് അസന്നിഗ്ധമായി പറയാൻ BJPക്ക് അതുവഴി സാധിച്ചു. അടുത്ത വർഷത്തോടെ മോദി സജീവ രാഷ്ട്രീയത്തിൽ നിന്ന് വിരമിക്കുമെന്ന പ്രതീക്ഷ ആർക്കും വേണ്ടെന്ന പ്രതിപക്ഷ പാർട്ടികളോട് BJP നേതൃത്വം പറഞ്ഞു കഴിഞ്ഞു. ആഴ്ചകളുടെ ജയിൽവാസത്തിന് ശേഷം ഇടക്കാല ജാമ്യം ലഭിച്ച് പുറത്തിറങ്ങി
പ്രതിപക്ഷത്തിന്റെ അപ്രതീക്ഷിത മുഖമായി ഉയർന്നു വരാനാണ് അരവിന്ദ് കെജ്രിവാൾ പലതരം വിവാദ പ്രസ്താവനകളിലൂടെ ശ്രമിക്കുന്നത്. ഈ തെരഞ്ഞെടുപ്പിൽ ജനങ്ങൾ ഏറ്റെടുത്ത മുദ്രാവാക്യങ്ങളിലൊന്ന് മോദി കി ഗ്യാരണ്ടി എന്നതായിരുന്നു. കേജ്രിവാളും ഗ്യാരണ്ടിയുമായി ഇറങ്ങിയിട്ടുണ്ട്. ജൂൺ 2-ന് തിഹാറിലേക്ക് മടങ്ങാൻ മറക്കരുതെന്നാണ് ഇതിനോടുള്ള BJPയുടെ പ്രതികരണം എന്നത് രസകരമായി. മെയ് 25-നാണ് ഡൽഹിയിലെ 7 മണ്ഡലങ്ങളിലെ വോട്ടെടുപ്പ്. ആപ്പുമായി സഖ്യത്തിലേർപ്പെട്ട ഹൈക്കമാൻഡ് തീരുമാനത്തിനെ എതിർത്ത് ഡൽഹി PCC അധ്യക്ഷൻ അരവിന്ദ് സിംഗ് ലവ്ലി അടക്കമുള്ള പ്രധാന നേതാക്കളെല്ലാം കോൺഗ്രസിൽ നിന്ന് രാജിവെച്ചു കഴിഞ്ഞു. സംസ്ഥാനത്തെ കോൺഗ്രസ് പ്രവർത്തകരും ആപ്പ് സഖ്യത്തെ എതിർക്കുന്നു. ആപ്പ് മത്സരിക്കുന്ന 4 ലോക്സഭാ സീറ്റുകളിലും കോൺഗ്രസ് പ്രചാരണ രംഗത്ത് നിന്ന് പിന്മാറിയ അവസ്ഥയിലാണ്. ഡൽഹിയിലെ 7 ലോക്സഭാ സീറ്റുകളിലും പഞ്ചാബിലെ 13 സീറ്റുകളിലും മാത്രം കാര്യമായി മത്സരിക്കുന്ന ആപ്പ് പ്രധാനമന്ത്രി പദം മോഹിക്കുന്നുവെന്ന് ഇന്ത്യ സഖ്യകക്ഷികളുടെ വിലയിരുത്തൽ. പ്രതിപക്ഷത്തിന്റെ നേതൃപദവിയിലേക്ക് സ്വയം ഉയർന്നു വരികയും സ്വന്തം നിലപാടുകൾ പ്രഖ്യാപനങ്ങൾ നടത്തുകയും ചെയ്യുന്ന കേജ്രിവാളിന്റെ കുരുട്ടുബുദ്ധി മറ്റാരും തിരിച്ചറിഞ്ഞില്ലെങ്കിലും കോൺഗ്രസിന് മനസ്സിലാവും. അതിനാൽ തന്നെ കേജ്രിവാളിന് പിന്തുണ കൊടുക്കാതെ മാറി നിൽക്കുകയാണ് കോൺഗ്രസ്. ന്യൂസ് ഡെസ്ക് ജന്മഭൂമി.